ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ ആണും പെണ്ണുമായിരുന്നു. ഇത് നാം പ്രത്യേകിച്ച് ഓർക്കണം. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ 2 വ്യക്തിത്വങ്ങളെങ്കിലും കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് ഈ 2 വ്യക്തിത്വങ്ങളോട് ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു വ്യക്തിത്വമായി തീരുന്നത്. അതായത് പരസ്പര പൂരകങ്ങളായി ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു എന്ന് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതത്രേ. ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ ആ വലിയ ദൈവോദ്ദേശത്തിന് എന്തെല്ലാം വികലതയുണ്ടായി എന്നുള്ളത് ഇന്ന് സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയത്രേ. ഇന്ന് സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും ഉള്ളതായ പുരുഷ മേധാവിത്വത്തിൻ്റെ തിക്തഫലങ്ങളെ അനുഭവിക്കുന്നവർ ഉണ്ട്. എന്നാൽ വേദനകളുടെ മധ്യത്തിലും ദൈവം ഒരു നിവാരണം വരുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ഓർക്കട്ടെ. ഞാൻ തിരുവനന്തപുരം ഇടവക വികാരിയായിരിക്കുന്ന സമയത്ത് എനിക്ക് രാത്രി 3 മണിയായപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ടെലിഫോൺ കോൾ ഉണ്ടായി. പാറ്റൂർ ഇടവകയിലെ ഗവൺമെൻറ് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാളുടെ കുടുംബം ഭവനത്തിൽ നിന്ന് ഭർത്താവ് ഇറക്കി വിട്ടു. രാത്രി 2 മണിയായപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ട് അന്ന് വൈകിട്ടത്തേക്ക് ഉണ്ടാക്കിയിരുന്നതായ ഭാര്യ ക്രമീകരിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാത്രത്തോടെടുത്ത് മുറ്റത്തേക്ക് എറിഞ്ഞു. നല്ല മഴയായിരുന്നു. ആ കുഞ്ഞുങ്ങളും ആ ഭാര്യയും സമീപത്തുള്ളതായ ഒരു മാടത്തിൻ്റെ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ട് കയറാൻ ഭയപ്പെടുന്നു. അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഞാൻ രാത്രി 3 മണിക്ക് തന്നെ സ്കൂട്ടർ എടുത്ത് ആ വീട്ടിൽ പോയി. ചെന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെയും ആ ഭാര്യയെയും കണ്ടു. ഒരു അണ്ടർഗ്രൗണ്ട് പോലെയാണ് ഒരു മാടം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അതിൻ്റെ അടിക്ക് ഒന്നും ഉള്ളതല്ല. അതിനകത്ത് കയറി ഭയന്നിരിക്കുകയാണ്. ഞാൻ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ മുറ്റത്തെല്ലാം വൈകിട്ടത്തെ അത്താഴം മുഴുവനും കലം പൊട്ടി മുറ്റത്ത് കിടക്കുന്നു. ഞാനകത്തോട്ട് കയറി അയാളെ പേർ ചൊല്ലി വിളിച്ചു. ആ പേര് ചൊല്ലി വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ ഹൃദ്യതയോടുകൂടി, ഒരു വിധത്തിൽ പറഞ്ഞാൽ പുലി പൂച്ചയായതുപോലെ എന്നോട് ഇടപെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, മാതൃകാപരമായിട്ട് ചുമതല നിർവഹിക്കുന്ന ഒരാൾ, ഈ ലഹരിയുടെ വിധേയനായപ്പോൾ നിങ്ങൾക്ക് മനുഷ്യത്വം നഷ്ടപ്പെട്ടല്ലോ. അദ്ദേഹം കരഞ്ഞു. എനിക്കൊരബദ്ധം പറ്റിപ്പോയി, ഞാനിങ്ങനെ ചെയ്തതിൽ ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. അയാളെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും സാധിക്കുകയില്ല. നേരിട്ട് തന്നെ കാര്യം പറയുകയാവുന്നെന്ന് വരികിൽ ഇതുപോലുള്ളതായ ദുരന്തങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും. അതേ, മനുഷ്യത്വം ഒന്നായി ജീവിക്കേണ്ടതായുള്ള ഭവനത്തിലെ ദുരന്തങ്ങൾ ഇന്നും യാഥാർത്ഥ്യമല്ലേ? അത് സമൂഹത്തിൽ പരിപൂർണമായിട്ട് നമുക്കിത് കാണുവാനായിട്ട് കഴിയും. മാതാക്കളെ തല്ലിക്കൊല്ലുന്നതായുള്ള മക്കളെ കൊല്ലിക്കുവാനായിട്ട് ആലോചന നടത്തുന്നതായുള്ള മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളെ നിർദ്ദയം ഉപദ്രവിക്കുന്നതായിട്ടുള്ള മാതാപിതാക്കൾ, തങ്ങളുടെ മാംസത്തിന് മാംസവും അസ്ഥിക്ക് അസ്ഥിയുമായിരിക്കുന്ന കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റം, അങ്ങനെ വികലമായിരിക്കുന്ന ഒരു മാനവികതയാണ് ഇന്നുള്ളത്. ദൈവം നമുക്ക് നൽകിയ മാനവികത എങ്ങനെയുള്ളതായിരുന്നു? കർത്താവായ യേശുക്രിസ്തു വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ജീവനുണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവനുണ്ടാകുവാൻ ഞാൻ വന്നു. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ പിതാവാം ദൈവത്തെ നാം കാണുമ്പോൾ
എങ്ങനെയുള്ളൊരു പിതാവിനെയാണ് യേശു ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്നത്? ഒരു സന്തോഷം നിറഞ്ഞ ഒരു ഭവനത്തിൽ ജനിച്ചു വളർന്ന 2 മക്കളിൽ ഒരുത്തൻ സകലവും ആ വീട്ടിലുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും ആനന്ദവും സമൃദ്ധിയും ഇതൊക്കെ പോരാഞ്ഞിട്ട് അത് കൂടുതൽ നേടാൻ വേണ്ടി കണക്ക് പറഞ്ഞ് തനിക്ക് കിട്ടേണ്ടത് വാങ്ങിക്കൊണ്ട് ആ വീട് വിട്ടുപോയി. അവൻ പോയി കൂട്ടുകാരോട് സന്ധിച്ചു. അങ്ങനെ കൂട്ടുകാരുമായിട്ട് സമ്മേളിച്ച് നടക്കുമ്പോൾ കയ്യിലുണ്ടതെല്ലാം തീർന്നപ്പോൾ കൂട്ടുകാർ ഓരോരുത്തരായിട്ട് പോയി. അവൻ ഒറ്റയ്ക്കായി. പിന്നെ മാനവികതയുടെ ഒരു അന്തരീക്ഷം പോലും അവനെ അനുഭവിക്കാൻ ഒത്തില്ല. അവൻ പിന്നെ പോയത് പന്നികളെ തീറ്റുവാനായിട്ട് ഒരാളൊരു ജോലി കൊടുത്തു. അതിന് ഭക്ഷണം ഇട്ട് കൊടുക്കാനായിട്ടാണ് കൊണ്ട് കൊടുത്തത്, അതിനെ സൂക്ഷിക്കാൻ. വിവരമില്ലാത്ത പന്നി എന്നാണ് നമ്മൾ ഒരു മൃഗത്തെക്കുറിച്ച്, പന്നിയെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ വിവരമില്ലായ്മയുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് അവന് അവസരം കൊടുത്തു. പക്ഷെ ആ സമയത്ത് അവന് സുബോധം വന്നു. അത് വാക്ക് നാം പ്രത്യേകിച്ച് ഓർക്കണം. അവന് സുബോധം വന്നപ്പോൾ അവൻ തിരിഞ്ഞാലോചിച്ചു താൻ എന്തെല്ലാം അത് നഷ്ടപ്പെടുത്തിയെന്ന്. അപ്പോൾ അവൻ മടങ്ങി വന്ന് അപ്പനോട് പറയുകയാണ്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. ആകയാൽ നിൻ്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ വേലക്കാരനൊരുത്തരെ പോലെ എന്നെ ആക്കണമെന്ന്. നമ്മുടെ പുള്ളികളാന്ന് വരിയിൽ തീർന്നപ്പോൾ ഇങ്ങോട്ട് വന്ന് ഇനിയും കുറച്ചുകൂടി കരുതാന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വഴക്കുണ്ടാക്കും. അതാ പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ്. അവനങ്ങനെയല്ല വന്ന് സുബോധം വീണപ്പോൾ താൻ അനുദപിച്ചു, തൻ്റെ അയോഗ്യത താൻ പ്രകടിപ്പിച്ചു. എന്നാൽ ആ പിതാവ് എന്ത് ചെയ്തു? അവനെ ആലിംഗനം ചെയ്തു. പുത്രത്വത്തിൻ്റെ ലക്ഷ്യമായി അവന് മോതിരം കൊടുത്തു. അവൻ്റെ വസ്ത്രങ്ങൾ മാറി അവനെ സ്വീകരിച്ചു. അതേ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെയാണ്. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടിരിക്കുന്നു. സ്നേഹനിധിയായ പിതാവ് മറുതലിച്ച മാനവികത മടങ്ങി വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നതായിട്ടുള്ള പിതാവായിട്ടാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയത്. അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തു? വിശുദ്ധ പൗലോസപ്പോസ്തലൻ പറയുന്നു യേശുക്രിസ്തുവിൻ്റെ കൃപ എന്താന്ന്. അത് ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഭാഷാ ശൈലിക്കൊരു ശക്തിയുണ്ട്. യു നോ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. Though he was rich, he became poor for your sake, so that you may become rich through his poverty. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപയെ ഓർത്തുകൊള്ളുക. ഏതാണ് സമ്പന്നത? യേശു ക്രിസ്തുവിൻ്റെ സമ്പന്നതയാണ് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് മാളമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല. അവൻ പിറക്കുവാൻ വന്നപ്പോൾ അനൈഷികമായ ഒരു അന്തരീക്ഷത്തിൽ ഒന്ന് കിടത്താൻ പോലും സ്ഥലം കിട്ടിയില്ല. അതത്രയും നാം പറയുന്നത്. ജനിച്ചത് വഴിയരികിലായിരിക്കാം, പക്ഷെ കിടത്താനൊരു സ്ഥലം അന്വേഷിച്ചപ്പോൾ ഒരു മാനവികമായ ഒരു അന്തരീക്ഷം കിട്ടിയില്ല. അല്ലെങ്കിൽ ആനിമിസ്റ്റിക് എൻവയൺമെൻറ്റ് only was provided at that time when the child was born. ആ മാനവികതയിൽ കിടക്കുന്നതായ ആ പൈതലിനെയാണ് നമ്മുടെ രക്ഷയുടെ അടയാളമായിട്ട് ദൈവദൂതന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ദൈവം, പിതാവാം ദൈവം, നമ്മെ സ്നേഹിക്കുന്ന ദൈവം. പുറത്തു നിന്നുള്ളതായ പുറമേ ഉള്ള ഒരു സഹായം ലഭിക്കാതെ ജീവൻ നിലനിർത്തുവാനും വളരുവാനും സാധ്യമല്ലാത്തതായ നിസ്സഹായമായ ഒരവസ്ഥയാണ് നമ്മുടെ ജനനത്തിൽ നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ ജനിക്കുന്ന ഉടനെ തന്നെ ആ കുഞ്ഞിനെ ഒരു തുണികളിൽ പൊതിഞ്ഞ് ചൂട് നിലനിർത്തി സംരക്ഷിച്ചില്ലെങ്കിൽ വരികിൽ ആ കുഞ്ഞിന് ജീവൻ നിലനിർത്തുവാനും വളരുവാനും സാധിക്കുകയില്ല. അതാ പ്രത്യേകിച്ച് പറയാം. അങ്ങനെയുള്ള ഒരവസ്ഥയാണ് ജനിക്കുമ്പോൾ ഏറ്റവും നിസ്സഹായമായ അവസ്ഥ. രണ്ടാമത് ഒരു മാനവീയമായ അന്തരീക്ഷത്തിൽ കിടത്താൻ പോലും ഇടമില്ലാത്ത
ദരിദ്രമായ അവസ്ഥ. മൂന്നാമത് നാം നോക്കുമ്പോൾ ആ പൈതൽ അവിടെ നിന്ന് ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിക്കുന്ന ഒരു ദൃശ്യമായിട്ട് രൂപാന്തരപ്പെടുന്നു. അവിടുത്തെ മാനവികത തളർന്നു നിൽക്കുന്ന കുടുംബത്തിലേക്ക്, ഭവനത്തിലേക്ക് മാറ്റപ്പെട്ടു. വിദ്വാൻമാർ വന്ന് കണ്ടത് ആഹാരം കൂട്ടി വെച്ചിരിക്കുന്ന ആഹാരത്തിൻ്റെ മധ്യത്തിലാണ് ബേത്ലഹേമിൽ. അവർ മൃഗീയമായ ആഹാരം, മൃഗങ്ങൾക്ക് നൽകുന്ന ആഹാരത്തിൽ കിടക്കുന്ന സ്ഥലമാണ് പുൽക്കൂട്. എന്നാൽ അവിടെ നിന്ന് ഭവനാന്തരീക്ഷത്തിലേക്ക് മാറ്റി. അവർ നോക്കും, ആ ഭവനാന്തരീക്ഷത്തിൽ അത്ര വിദ്വാൻമാർ വന്ന് കണ്ട് പുതിയ മാനവീയതയെ വളർച്ചയെ കണ്ട് അവർ ആദരവ് പുറപ്പെടുവിച്ചെന്ന് ഓർക്കണം. ദരിദ്രമായ അവസ്ഥയിൽ നാം പ്രത്യേകിച്ച് ഓർക്കണം, ലോകത്തിൽ ഏതെങ്കിലും ജീവികൾക്ക് അതിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഇതുപോലുള്ള അവസ്ഥയല്ല. ആമയാണെന്ന് ഒരു കരയിൽ മണലിനകത്ത് തന്നെ അങ്ങനെ മുട്ട നിക്ഷേപിച്ചിട്ട് പോയാൽ വിരിയുമ്പോൾ മണലിൻ്റെ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വെള്ളമുള്ള സ്ഥലത്തേക്കാണ് ഓടുന്നത്. മലയിൽ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് ഓടുകയില്ല. ഒരാടാകുന്നതിൽ അതിന് കുട്ടിയുണ്ടാകുമ്പോൾ അത് വീണ് കഴിഞ്ഞിട്ട് കുടഞ്ഞെഴുന്നേറ്റ് പാല് കിട്ടുന്ന സ്ഥലത്തേക്ക് അത് ഓടും. എല്ലാ മൃഗങ്ങളും അതുപോലെ തന്നെ. ഒരു കോഴി തന്നെയാണെന്നൊരു മുട്ട വിരിച്ച് കഴിഞ്ഞാൽ എവിടെ അതിന് ആഹാരം കിട്ടുമെന്നുള്ളതറിയാം, അവിടേക്ക് അത് ഓടുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഒരു ശിശുരാവും അങ്ങനെയുള്ള കഴിവുകൾ യാതൊന്നുമില്ല. എന്നാൽ മനുഷ്യനാണ് സൃഷ്ടിയുടെ മകളുമെന്ന് നാം പറയും. മാനവികതയുടെ പൂർണ്ണതയിലേക്ക് വളരുവാനായിട്ട് ദൈവം നമുക്ക് തന്നു. അപ്പോഴാ കുഞ്ഞിൻ്റെ മുഖത്തെ പ്രകാശം എന്താണ്, സാദൃശ്യം എന്താണ്, അതും നമുക്ക് കാണുവാൻ കഴിയും. എന്നെ കണ്ടവൻ എൻ്റെ പിതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ ദൈവം സൃഷ്ടിച്ചതായുള്ള ആദി മനുഷ്യൻ്റെ മുഖഛായ എന്തായിരുന്നു, അല്ലെങ്കിൽ അവന് നൽകിയതായുള്ള ഛായ, ദൈവത്തിൻ്റെ ഛായ എന്തായിരുന്നു? ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ ഛായയായിരുന്നു. ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തെ നാം കാണേണ്ടതിനായിട്ടാണ് ഈ കാലഘട്ടത്തിൽ, ഇന്നത്തെ ദുർഘടഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തെ മാത്രം സ്നേഹനിധിയായ ഒരു പിതാവിനായിട്ട് മാത്രം നാം ദൈവത്തെ കാണരുത്. ആ സ്നേഹനിധിയായ പിതാവിൻ്റെ മുഖം എങ്ങനെയുള്ളത് നാം കാണേണ്ടത് അത്രേ. ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട നാം ഇന്ന് വിരൂപരായിട്ട് എവിടെയും കാണപ്പെടുന്നു. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടത്, ആ മാനവികതയിലേക്ക് നാം മടങ്ങി വരുവാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഇവിടെ ഈ കൺവെൻഷന് വന്ന് പലപ്പോഴും ഈ പുറകിലത്തെ ബെഞ്ചിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ഞാനൊരു സാക്ഷ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനായിരുന്നു. IAS ഉദ്യോഗസ്ഥനായിരുന്നു, എനിക്ക് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ. അദ്ദേഹം വളരെ ഒരു പ്രാർത്ഥനാ മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തെ ദുർഘടമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചുമതലകൾ ഏൽപ്പിക്കുവാൻ സർക്കാർ ആലോചിക്കുന്നെന്ന് കേട്ടപ്പോൾ മുതൽ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ ദൈവം, നീ എന്നെ എവിടെ സർക്കാർ എന്നെ എവിടെ അയച്ചാലും ആ സ്ഥലത്തേക്ക് അയക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നോട് പറഞ്ഞ് 90 ദിവസം ഞാനവിടെ അങ്ങനെ പ്രാർത്ഥിച്ചു. 90 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സർക്കാരിൻ്റെ ഉദ്യോഗം കിട്ടി. അവിടെ പോയി ചുമതല ഏറ്റെടുക്കുക, അഡ്മിനിസ്ട്രേഷൻ്റെ ചുമതല ഏറ്റെടുക്കുക. ഞാനവിടെ പോയി, ഞാൻ അനുസരിച്ചു. എനിക്ക് വേറെ സ്ഥലം വേണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആളെ കാണാനൊന്നും പോയില്ല. ഞാൻ അവിടെ പോയി. എന്നെ ദൈവം നിയോഗിച്ചത് അവിടോട്ടാണെന്ന് വിചാരിച്ച് ഞാൻ അവിടെ പോയി. പക്ഷേങ്കിൽ എൻ്റെ കുടുംബത്തെ ആ സ്ഥലത്ത്, ആ പദ്ധതി പ്രദേശത്ത് സുരക്ഷിതത്വം ഓർത്ത് കൊണ്ടുപോയില്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം അവിടെ പോയി പ്രവർത്തിച്ചു. ഒരു 3 മാസം കൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ പദ്ധതിക്ക് പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് മടങ്ങി തിരുവനന്തപുരത്തെത്തിയപ്പോൾ അന്നത്തെ വകുപ്പ് മന്ത്രി ചോദിച്ചു,
എടൂ, താൻ എങ്ങനെ ഇത് സാധിച്ചത്? അസാധ്യമെന്ന് കണ്ടുകൊണ്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടതായുള്ള ആൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൂടെ വേറൊരാളൂടെ ഉണ്ടായിരുന്നു എനിക്ക് ആലോചന പറഞ്ഞു തരാൻ. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ആളിനോട് ആലോചന ചോദിക്കും. നൽകുന്ന മാർഗദർശനം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. വൈകിട്ട് വന്നേച്ച് ഞാൻ റിപ്പോർട്ട് ചെയ്യും, ഞാൻ ഇന്നതൊക്കെ ചെയ്തു, വല്ല കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം, കറക്ഷൻസൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഞാൻ 90 ദിവസം അവിടെ പ്രവർത്തിച്ചാണെന്ന് പറഞ്ഞു. ഉടനെ മന്ത്രി പറഞ്ഞത് ഇപ്രകാരമാണ്: ഇവിടെ തൻ്റെ ഭാര്യ ഒരു ദിവസം പോലും താൻ അവിടെ കൊണ്ടുപോയില്ല, അവിടുത്തെ പ്രശ്നമാണെന്നും പറഞ്ഞ്. അവർ തിരുവനന്തപുരത്ത് തന്നെ താമസിച്ചിരുന്ന ഭാര്യയും മക്കളും. പിന്നെ അവിടെ ആലോചന വരാൻ വേറെ ആരായിരുന്നു തനിക്കോട്ടോ അവിടെ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു. അതിലെ ദുസൂചനയുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ആ ദുസൂചനയെക്കുറിച്ച് ശ്രദ്ധിക്കാതെ അദ്ദേഹം ഇപ്രകാരം മറുപടി പറഞ്ഞു: ഞാൻ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവിനോട് ഞാൻ രാവിലെ ഓരോ ദിവസവും അന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് പങ്കിടുമായിരുന്നു. I shared my problems with my Lord. ദിവസം കഴിഞ്ഞ് വന്നേച്ച് I report my Lord what I have done on that day. അതുകൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് പറഞ്ഞു. എൻ്റെ കഴിവ് കൊണ്ടല്ല എന്ന് പറഞ്ഞു. ഇതാണ് ക്രിസ്തീയ സാക്ഷി. ദൈവത്തിൻ്റെ മനുഷ്യമുഖം താൻ പ്രവർത്തിക്കുന്ന ഇടത്ത് പ്രകാശിതമായി അതിൻ്റെ ഫലമായിട്ടത് തീർന്നു. ചന്ദ്രന് സ്വതവേ യാതൊരുവിധ പ്രകാശത്തിൻ്റെ ഉറവിടവുമല്ല. എന്നാൽ സൂര്യൻ്റെ ചൂട് ഉള്ളതായുള്ള ഈ രശ്മികൾ ചന്ദ്രനിൽ പതിച്ച് നമുക്ക് രാത്രിയിൽ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ നമുക്ക് ശീതളമായിരിക്കുന്ന പ്രകാശം നൽകി ക്ഷീണിച്ച് തളർന്നു വിരിക്കുന്ന നമ്മെ ഉന്മേഷവാന്മാരാക്കി ശക്തീകരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ പ്രഭ നമ്മിൽ നിന്ന് മറ്റു പ്രശ്നങ്ങളുള്ളതായ സ്ഥാനത്തേക്ക് പ്രകാശിപ്പിച്ച് ആ പ്രകാശത്തിൽ കൂടെ അനുഭവിക്കുന്നതായുള്ള സ്വർഗീയ കൃപ നാം പ്രാപിപ്പാൻ കടപ്പെട്ടവരത്രേ. ആ വലിയൊരു ലക്ഷ്യമാണ് നമുക്കുണ്ടത്. നാം യേശുക്രിസ്തുവിൽ ദൈവത്തെ കാണുമ്പോൾ സ്നേഹനിധിയായൊരു പിതാവ് മാനവികതയുടെ ധന്യതയിലേക്ക് മടങ്ങി വരുവാനായി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പിതാവ്, ദീർഘക്ഷമയോടുകൂടെ നമ്മെ പ്രതീക്ഷിക്കുന്ന കർത്താവ്, ആ കർത്താവിൻ്റെ മുഖത്ത് നാം കാണുന്ന മനുഷ്യമുഖം, ദൈവത്തിൻ്റെ മനുഷ്യമുഖം, അതേ നമ്മുടെ ജീവിതത്തിൽ കൂടെ ആ ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ പ്രകാശം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഇപ്പോഴും നാം കേട്ടത് അത് തന്നെയാണ്. We have to reflect the light of the human face of God to the surroundings. കർത്താവ് ജനിച്ചതിനെക്കുറിച്ച് സ്നാപക യോഹന്നാൻ്റെ പിതാവായ സക്കറിയ പുരോഹിതൻ തൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞപ്പോൾ പാടിയ പാട്ടിൻ്റെ അവസാന വരികൾ നാം ഓർക്കുന്നുണ്ടല്ലോ: ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കും. അതെ, ഈ കഴിഞ്ഞ ഒരാഴ്ച തൊട്ടക്കാലം ദൈവത്തിൻ്റെ മനുഷ്യമുഖത്തിൻ്റെ പ്രകാശം നമ്മിൽ തട്ടിയത് നമ്മുടെ ഈ സംവത്സരത്തിലെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകാശിതമാക്കുവാൻ തക്കവണ്ണം ദൈവകൃപ പ്രാപിപ്പാൻ ദൈവം നമുക്ക് തുണയ്ക്കട്ടെ. Hallelujah, party,
അതിശയനായ നാഥ, ആദിയും നീയേ, അന്തവും നീയേ, ഹൃദയത്തിനുള്ളിൽ മധുരമായി നാഥ. കുളിർമഴയായി നീ മനസ്സിന്റെ വേനലിൽ പെയ്തിറങ്ങിയിടുന്നതാ ഓരോ നിമിഷങ്ങളും. കുളിർമഴയായി നീ മനസ്സിന്റെ വേനലിൽ പെയ്തിറങ്ങിയിടുന്നതാ ഓരോ നിമിഷങ്ങളും. നിറയുവാൻ ദൈവമേ ഇടയാകണമേ. സ്നേഹത്തിൻ വിത്തുകൾ കതിരായെന്നിൽ നിറയുവാൻ ദൈവമേ ഇടയാകണമേ. നിലവിലും നീയേ, കനവിലും മൃദുസ്പർശനമായി മനസ്സിന്റെ തേങ്ങലിൽ തഴുകിടും തൻ കരങ്ങളിൽ ഓരോ നിമിഷങ്ങളും. മൃദുസ്പർശനമായി മനസ്സിന്റെ